വിശദമായി നോക്കാം. പി വി അൻവറിന് നേരിട്ട് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ പരാതി ഉന്നയിക്കണമായിരുന്നുവെന്ന് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ. പാർട്ടിയെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തേണ്ടിയിരുന്നോ എന്ന കാര്യം അൻവർ പരിശോധിക്കണം. പാർട്ടി അംഗമല്ലാത്തതിനാൽ അദ്ദേഹത്തിന് പരിചയക്കുറവുണ്ടാകാമെന്നും ടി പി രാമകൃഷ്ണൻ. ഞങ്ങളുടെ പാർട്ടി പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭവമാണ് പി വി അൻവറിന്റെ ഒരു ഇടപെടൽ. ഇടപെടൽ അദ്ദേഹം ഭരണകക്ഷി MLA ആണ്. നിയമസഭയ്ക്കകത്തും പുറത്തും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ CPM വേണ്ടി വലിയ രീതിയിൽ വാദിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നിങ്ങൾ ശരിക്കും ഈ സർക്കാരിനെയും CPM-നെയൊക്കെ പ്രതിസന്ധിയിലാക്കുന്നു. ഇല്ല, സർക്കാരിനും CPM-നും അതിൻ്റെ ഭാഗമായിട്ടൊരു പ്രതിസന്ധി വരാൻ പോകുന്നില്ല. ഇതിൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അൻവർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. അയാൾക്ക് നേരിട്ട് ഉന്നയിക്കാമായിരുന്നു, അയാൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. ഇന്നലെ അദ്ദേഹം ചാനൽ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ തെളിവ് ശേഖരിക്കുന്ന ജോലിയിലാണ്, കഠിനമായിട്ട് രാത്രിയും രാവും പകലും ഒക്കെ നിന്നുകൊണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു, അതാണല്ലോ ഇപ്പോൾ അടിസ്ഥാനം. ആ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ പോകുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഗവൺമെൻറ് തലത്തിൽ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ച് ഈ പരാതി ശരിയാണെങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന ആരെങ്കിലും ഈ പരാതിക്ക് അടിസ്ഥാനമായി നിൽക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ കണ്ടു പറഞ്ഞാൽ സഖാവാണ്, സഖാവിൻ്റെ ഉത്തരവാദിത്വം മാധ്യമങ്ങളോട് വിളിച്ചു പറയുകയും സർക്കാരിനെ CPM-നെ ഇങ്ങനെ ചെയ്യും പ്രതിരോധത്തിലാക്കുകയായിരുന്നില്ലല്ലോ. അദ്ദേഹത്തെ അവിടെ ഒരു വീഴ്ച അദ്ദേഹത്തിന് പറ്റി. അത് അദ്ദേഹം സ്വീകരിക്കേണ്ട നിലപാടാണ്. അദ്ദേഹം ഒരു പാർട്ടി അംഗമൊന്നുമല്ല. CPM-ൽ പ്രവർത്തിച്ച എക്സ്പീരിയൻസ് അദ്ദേഹത്തിനില്ല. അപ്പം അത് അദ്ദേഹം മനസ്സിലാക്കുന്നതാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പി വി അൻവറിന്റെ പരാതി CPM-നെതിരെ നടക്കുന്ന ഏതെങ്കിലും നീക്കത്തിന്റെ ഭാഗമല്ലെന്ന് LDF കൺവീനർ. ഇതുകൊണ്ട് ഒരിക്കലും പാർട്ടി പ്രതിസന്ധിയിലാവില്ല. ഇപ്പോഴത്തെ നീക്കങ്ങൾ, അൻവറിന്റെ നീക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു തിരുത്തൽ നീക്കമാണ്. നേരത്തെയൊക്കെ CPM-ൽ എപ്പോഴും വിഭാഗീയ രൂപത്തിലും അല്ലാതെയൊക്കെ ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരം നീക്കത്തിന്റെ ഭാഗമാണ് ഇപ്പോഴും അസംതൃപ്തരായ ഒരു നേതാക്കൾ പാർട്ടിക്കുള്ളിലുണ്ട്. അവരുടെ നേതൃത്വത്തിലുള്ള ഒരു നീക്കമാണ്. അത് ഉണ്ടെങ്കിൽ പാർട്ടിക്കകത്തല്ലേ പ്രകടമാകേണ്ടത്. പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു പ്രശ്നം പ്രകടമായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. പാർട്ടിക്കകത്ത് നിങ്ങൾ പറഞ്ഞ പാർട്ടിയിൽ വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് പറയുന്നത് പാർട്ടിക്കകത്തുനിന്ന് വന്ന പ്രശ്നങ്ങളാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള അതെല്ലാം അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിയിൽ അതെല്ലാം അവസാനിച്ച് കഴിഞ്ഞ് പാർട്ടി വളരെ ഏകീകരിച്ച നിലയിൽ മുമ്പോട്ട് പോവുകയാണ്. ഒരു വിഭാഗീയതയുടെയും പ്രശ്നം ഇപ്പം പാർട്ടിയിലില്ല. ഇപ്പോൾ ഈ അൻവറിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടിക്കകത്ത് രൂപപ്പെട്ട് വന്ന പ്രശ്നമാണെന്നുള്ളത് അത് ശരിയല്ല. അങ്ങനെ പാർട്ടിക്കകത്ത് അത്തരം ഒരു വിഷയം ആ രീതിയിൽ രൂപപ്പെട്ട് വന്നിട്ടില്ല. അതാണ് വസ്തുത. കാരണം സമ്മേളനം തുടങ്ങുന്ന സമയത്ത് ഒരു അജണ്ട നിശ്ചയിച്ച് നിങ്ങൾ ഇത് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും പോലെയുള്ള ഒരു നീക്കമായാണ് അതിനെ. അത് പിന്നെ മാധ്യമങ്ങൾ നിശ്ചയിക്കല്ലേ. മാധ്യമങ്ങൾ നിശ്ചയിച്ച അജണ്ടക്കനുസരിച്ചാണ് കാര്യങ്ങൾ നടന്നതെങ്കിൽ കേരളത്തിൽ നിന്ന് CPM ഉണ്ടാവും. മാധ്യമങ്ങൾ അവരുടെ നിലപാടിനനുസരിച്ച് പ്രവർത്തിക്കും. അതിൽ ഞങ്ങൾ വേറൊന്നും പറയുന്നില്ല. അത് അവിടെ സ്വാതന്ത്ര്യത്തിലോ അവരുടെ നിലപാടിലൊന്നും ഞങ്ങൾക്കുള്ള വിമർശനം അതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ട് അത് പറയാമെന്നല്ലാതെ ഒരിക്കലും മാധ്യമങ്ങളെ ആ രീതിയിൽ ഞങ്ങൾ കാണുന്നില്ല. പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെന്ന് LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ ന്യൂസ് 18നോട്. മുഖ്യമന്ത്രി ചുമതല നിറവേറ്റാൻ കരുത്തുള്ളയാളാണ്. എല്ലാ കാര്യങ്ങളിലും മുഖ്യമന്ത്രി ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും സ്വീകരിക്കും. പാർട്ടിക്കകത്തു നിന്നുള്ള നീക്കമാണ് അൻവറിന്റെ പരാതിക്ക് പിന്നിലുള്ളതെന്ന് വാസ്തവമല്ലാത്തതാണെന്നും പിണറായി വിജയന്റെ പൊസിഷൻ CPM-ൽ ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നും ന്യൂസ് 18 കേരളം ചീഫ് കറസ്പോണ്ടന്റ് VV അരുണ് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. പിണറായി ചോദ്യം ചെയ്യപ്പെടുകയാണ്, പാർട്ടിയിൽ ഒരു മാറ്റം വരികയാണെന്നാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. നിങ്ങൾ മീഡിയസ് എല്ലാം ചേർന്നിട്ട് വ്യാഖ്യാനിക്കുന്നതാണ്. അങ്ങനെ അല്ല, യാഥാർത്ഥ്യം അതല്ല. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ചോദ്യം ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങളൊന്നും ഇപ്പം പാർട്ടിയിലില്ല. അതാ നിലയിൽ തന്നെ ആരെയും ചോദ്യം ചെയ്യപ്പെടില്ല എന്നുള്ള ഈ പാർട്ടിക്കകത്തുള്ള ഒരു ഇന്നർ ഡെമോക്രസി ഉണ്ട്, ഉൾപാർട്ടി ജനാധിപത്യം. ആ ഉൾപാർട്ടി ജനാധിപത്യം പാലിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പി ശശിക്കെതിരായ പരാതി പാർട്ടിയും സർക്കാരും ഗൗരവത്തോടെ പരിശോധിക്കുമെന്ന് ടി പി രാമകൃഷ്ണൻ. ഇക്കാര്യത്തിൽ പാർട്ടിക്കും സർക്കാരിനും ഒരേ നയമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ആ പരാതിയിൽ അദ്ദേഹം പുറത്തു പറഞ്ഞതിലും മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും കൊടുത്തതിലും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒന്ന്
പി ശശി എന്ന CPM സംസ്ഥാന സമിതി അംഗത്തിനെതിരെയും അത് സെക്രട്ടറിക്കെതിരെയും പരാതി ഉണ്ടെന്നാണ്. ആ പരാതി അദ്ദേഹത്തിന്റെ പേര് പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് അന്വേഷിച്ചെടുക്കും. ശശിയുടെ പേരിൽ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച പരാതിയിലുണ്ടെങ്കിൽ തീർച്ചയായും ശശിന്റെ നിലപാടിനെ കുറിച്ചും പരിശോധിക്കും. പക്ഷെ അങ്ങനെ വന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. പാർട്ടിക്ക് പരാതി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ല, പാർട്ടി പരാതി ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്നില്ല. പാർട്ടി പരാതി സ്വാഭാവികമായിട്ട് അതിന്റെ കോപ്പി ആയിരിക്കും പാർട്ടി കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് പരിശോധിക്കും. ഇതിൽ പാർട്ടിയും ഗവൺമെന്റും ഒരു അഭിപ്രായ വ്യത്യാസമില്ല, ഒരേ നിലപാടാണ്. അത് അൻവറിനും ബോധ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മുഖ്യമന്ത്രിയിൽ വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നിലപാടെടുത്തിട്ടുള്ളത്. പാർട്ടിയിൽ വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ വിശ്വാസത്തിനനുസരിച്ച് തന്നെ പാർട്ടി മുഖ്യമന്ത്രി നിലപാടെടുത്ത് മുമ്പോട്ട് പോകും. അത് തന്നെയാണ് നമ്മളെ നിലപാട്. പിന്നെ അതിൻ്റെ പുറത്ത് പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമൊക്കെ വരേണ്ടത്. അപ്പം അത് വരുമ്പോൾ നോക്കാം. LDF കൺവീനർ TP രാമകൃഷ്ണനുമായി അഭിമുഖം നടത്തിയ ഞങ്ങളുടെ പ്രതിനിധി VV അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, PV അൻവറിന് നേരിട്ട് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ പരാതി ഉന്നയിക്കണമായിരുന്നുവെന്നാണ് ഇടതുമുന്നണി കൺവീനർ നമ്മളോട് ആദ്യം പ്രതികരിച്ചത്. നേരത്തെ ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ പരാതി ഉന്നയിക്കണമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നതിൽ പൂർണ്ണമായും അൻവർ MLA ചേർത്ത് പിടിക്കുന്നില്ല പാർട്ടി എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ അല്ലെങ്കിൽ അൻവറിന്റെ നിലപാടിനോടുള്ള അതൃപ്തി അവിടെ പുകയുന്നുണ്ടോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ? ഭവ്യ, തീർച്ചയായിട്ടും CPM-ന്റെ കഴിഞ്ഞ ആഴ്ച ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ തന്നെ അൻവറിന്റെ ആരോപണങ്ങൾ, അതിന്റെ തുടക്കത്തിൽ ആണ് സംസ്ഥാന സമിതി ചേരുന്നത്. അന്ന് തന്നെ അൻവറിനെ ഇങ്ങനെ വിടാൻ പറ്റുമോ, ഇങ്ങനെ സ്വതന്ത്രമായി ഇത്തരം കാര്യങ്ങൾ പാർട്ടിക്ക് എതിരെ പോലും നിലപാടെടുക്കുന്ന തരത്തിലേക്ക് അൻവറിനെ പോകാൻ അനുവദിക്കണമോ തരത്തിൽ ചർച്ചകൾ ഉയർന്നു വന്നെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അങ്ങനെ എടുത്തുചാടി വൈകാരികമായ തീരുമാനമെടുക്കേണ്ട, അയാൾ പറയട്ടെ, പരിശോധിക്കാമെന്നുള്ളതായിരുന്നു. ഇപ്പോൾ TP രാമകൃഷ്ണൻ CPM-ന്റെ കേന്ദ്ര സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇടതുമുന്നണി കൺവീനറും അൻവർ ഇങ്ങനെ പറഞ്ഞതിലുള്ള നീരസം കൂടി പ്രകടമാക്കുകയാണ്. അൻവറിന് കാര്യങ്ങൾ അറിയാമായിരുന്നുവെങ്കിൽ പറയാനുള്ള വേദികളുണ്ടായിരുന്നു, അത് പറയാനുള്ള വഴികളുണ്ടായിരുന്നു. അത് അൻവർ സ്വീകരിച്ചില്ല എന്ന ഒരു പരോക്ഷമായ കുറ്റപ്പെടുത്തലാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ നടത്തുന്നത്. അൻവർ സ്വാഭാവികമായും പാർട്ടി അംഗമല്ല, അതുകൊണ്ട് തന്നെ പാർട്ടി രീതികൾ, പാർട്ടിയുടെ ഇത്തരം വിഷയങ്ങളിൽ പാർട്ടിക്കുള്ള സമീപനങ്ങളൊന്നും അറിയില്ലായിരിക്കും. എങ്കിൽ പോലും അൻവറിന് പറയാനുള്ള വഴി സ്വീകരിക്കാമായിരുന്നു. കൃത്യമായി മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാർട്ടിയൊക്കെ അറിയിക്കാനുള്ള വഴികൾ സ്വീകരിക്കാമായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് TP രാമകൃഷ്ണൻ മാത്രം അഭിപ്രായമല്ല, പകരം CPM-ലെ ഒരു വിഭാഗം നേതാക്കളെങ്കിലും അത്തരത്തിലൊരു വിലയിരുത്തൽ നടത്തുന്നവരുണ്ട്. അങ്ങനെ പാർട്ടിക്കുള്ളിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ പാർട്ടിക്ക് പുറത്തു പറഞ്ഞ് പാർട്ടിയെ, സർക്കാരിനെ, മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തിന്റെ ഓഫീസിനെ പ്രതിരോധത്തിലാക്കി അൻവർ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതിൽ നീരസമുള്ളവരും CPM-ലുണ്ട്. അതിന്റെ ഒരു പ്രതിനിധിയായി TP രാമകൃഷ്ണനെ കാണാം, അദ്ദേഹത്തിന്റെ വാക്കുകളെയും കാണാം. അരുൺ, ഇവിടെ പൂർണ്ണമായും അൻവർ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ സമയത്ത് CPM-നകത്ത് പുതിയ നീക്കം നടക്കുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളടക്കം അല്ലെങ്കിൽ സൂചനകളടക്കം പുറത്തു വന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അതിവിടെ പൂർണ്ണമായും TP രാമകൃഷ്ണൻ തള്ളുന്നതാണ് നമ്മൾ ഈ അഭിമുഖത്തിൽ കാണുന്നത്. അത് TP-യുടെ മാത്രം പ്രതിരോധമാണോ? എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് അരുൺ? ഭവ്യ, അൻവറിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ, ഈ പ്രതികരണങ്ങളൊക്കെ CPM-നുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരു നീക്കമായി തന്നെ നമുക്ക് കാണാം. അങ്ങനെ തന്നെയാണ് പൊതുവിൽ രാഷ്ട്രീയ കേരളം മൊത്തത്തിൽ വിലയിരുത്തുന്നത്. കൃത്യമായി CPM-നുള്ളിൽ തന്നെ CPM-ന്റെ ഒരു തിരുത്തൽ നീക്കമായി ഭാവിയിൽ മാറാവുന്ന ഒരു നീക്കത്തിന് തുടക്കമായി തന്നെയാണ് അൻവറിന്റെ ഇപ്പോഴത്തെ പ്രവൃത്തികളെ പൊതുവിൽ വിലയിരുത്തുന്നത്. എന്നാൽ TP രാമകൃഷ്ണൻ അങ്ങനെ അത് അംഗീകരിക്കുന്നില്ല. അത്തരത്തിലൊരു നീക്കമുണ്ടോ ചോദ്യത്തിന് അങ്ങനെ പാർട്ടിക്ക് അത് അനുഭവവേദ്യമായിട്ടില്ല. പാർട്ടിക്കുള്ളിലേക്ക് അത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, പാർട്ടിക്കുള്ളിൽ അത്തരം നീക്കം ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യം വരും ദിവസങ്ങളിൽ വ്യക്തമാകും. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഇത്തരമൊരു പിന്തുണ PV അൻവർ ലഭിക്കുന്നതെന്ന് ഉറപ്പാണ്. PV അൻവർ ഒറ്റയ്ക്കല്ല, ഒറ്റയാൾ പട്ടാളമല്ല. PV അൻവറിന്റെ നീക്കങ്ങൾ വേറെ ഏതെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. അദ്ദേഹം CPM-നുള്ളിലെ ശുദ്ധീകരണം, അത് CPM-ലെ ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ പിന്തുണയോടുകൂടി, അനുഗ്രാശസ്സോടുകൂടി നടത്തുന്നുവെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അംഗത്തിന്, മുന്നണി കൺവീനർക്ക് അത് ഈ ഘട്ടത്തിൽ ആ രീതിയിൽ തുറന്ന് സമ്മതിക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. അദ്ദേഹത്തിന്റെ ആ വാക്കുകളെ ആ രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം. അതുകൊണ്ട് അദ്ദേഹം അത് സമ്മതിക്കില്ല. പക്ഷേ നീക്കങ്ങൾ അതുതന്നെയാണ്, അതിൽ സംശയം ഈ ഘട്ടത്തിൽ ഉണ്ടാകേണ്ട സാഹചര്യമില്ല. പക്ഷേ അൻവറിന്റെ പരാതികൾ കൃത്യമായി പരിശോധിക്കും.
അൻവർ പറഞ്ഞ കാര്യങ്ങൾ, അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിന്റെ പകർപ്പാണ് പാർട്ടി സെക്രട്ടറിക്കും നൽകിയത്. അതിൽ പി ശശിക്കെതിരെയുള്ള പരാതി ഉണ്ടോ എന്ന കാര്യത്തിൽ തനിക്ക് അറിവില്ല, വ്യക്തതയില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇനി അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അത് പാർട്ടി അന്വേഷിക്കും. പി ശശിക്കെതിരെ പരാതി ഉണ്ടെങ്കിലും അത് പാർട്ടി അന്വേഷിക്കും, പാർട്ടി നടപടിയെടുക്കുമെന്ന് തന്നെയാണ് ടി പി രാമകൃഷ്ണൻ പറയുന്നത്. അതായത് ഇന്ന് ഇപ്പോൾ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടി പി രാമകൃഷ്ണൻ നമുക്ക് ഇന്ന് അഭിമുഖം തന്നത് CPM-ന്റെ നിർണായകമായ സെക്രട്ടേറിയറ്റ് യോഗം ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണത്തിന് പിന്നെ സമയത്താണ് അദ്ദേഹം നമുക്ക് ഈ അഭിമുഖം തന്നത്. അതിനുശേഷം 3 മണിയോടുകൂടി വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ PV അൻവറിന്റെ കത്ത്, മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത്, പിന്നീട് പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ചയ്ക്കെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സ്വാഭാവികമായും പാർട്ടിയിലെ അഭിപ്രായങ്ങൾ, ഇത് പാർട്ടിക്കുള്ളിലുള്ള നീക്കമാണെങ്കിൽ, അങ്ങനെ ആർക്കും സംശയമുണ്ടെങ്കിൽ അതിലെ വിമർശനം, അങ്ങനെയാണെങ്കിൽ ഈ അതൃപ്തി, അതായത് ഇപ്പോൾ മറനീക്കി പുറത്തുവരുന്ന ഈ അതൃപ്തി, അൻവറിന്റെ ആരോപണത്തിലുള്ള അതൃപ്തി ചർച്ചയാകുമോ യോഗത്തിൽ? തീർച്ചയായിട്ടും അങ്ങനെ PV അൻവറിന്റെ എതിരെ CPM ഒന്നടങ്കം നിലപാടുണ്ടെങ്കിൽ PV അൻവറിന്റെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല, അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന, പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന പോക്കാണെന്ന വിലയിരുത്തൽ CPM-നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചെയ്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ അൻവറിന് രൂക്ഷ വിമർശനമുണ്ടാകും. ഒരുപക്ഷെ അൻവറിനെ നിലയ്ക്ക് നിർത്താൻ വേണ്ട നടപടികൾ CPM സ്വീകരിക്കും. എന്നാൽ അങ്ങനെ ഏകപക്ഷീയമായി അൻവറിനെ തള്ളിപ്പറയുന്ന, അല്ലെങ്കിൽ അൻവറിനെ കുരിശിലേറ്റുന്ന ഒരു നീക്കം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയിൽ ഉണ്ടാകില്ല എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം അൻവർ പറഞ്ഞത് മറ്റു പലരും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. അൻവർ പറഞ്ഞത് മറ്റു പലരുടെയും നിർദ്ദേശപ്രകാരമാണ്. അത് CPM-ന്റെ രാഷ്ട്രീയത്തിലേക്ക്, CPM രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും സംഘടനാ സമ്മേളനങ്ങൾ, പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുന്ന അവസരത്തിൽ കൃത്യമായ ലക്ഷ്യത്തോടുകൂടി അൻവറിനെ ഉപയോഗിച്ചേർന്ന നീക്കമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അൻവറിനെ ഏകപക്ഷീയമായി ആക്രമിക്കുന്ന ഒരു നീക്കവും ഒരു ചർച്ചകളും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയിൽ ഉണ്ടാകാൻ ഇടയില്ല. അതുതന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ടി പി രാമകൃഷ്ണൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ഒരുപക്ഷെ അത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാകില്ല, അത്തരം അഭിപ്രായമുള്ളവരും ഇപ്പോഴും CPM-ലുണ്ട്. എന്നാൽ മറിച്ച് അഭിപ്രായമുള്ളവരുമുണ്ട്. അൻവർ പറഞ്ഞത് ആരെങ്കിലും പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്, അത് തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്, തിരുത്തൽ വരുത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ് അൻവർ പറഞ്ഞതെന്ന അഭിപ്രായമുള്ള ഒരു പ്രബല വിഭാഗം CPM-ലുണ്ട്. അത് ആ വിഭാഗത്തിന്റെ, ആ നേതാക്കളുടെ ശബ്ദം ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അൻവറിന് അനുകൂലമായി പി ശശിക്ക് മുഖ്യമന്ത്രി ഓഫീസിലും എതിരായി ഉയരുമോ എന്നതാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടറി യോഗത്തെ ഏറ്റവും ആകാംക്ഷാഭരിതമാക്കുന്നത്. അതുതന്നെയാണ് ഇടത് രാഷ്ട്രീയം പിന്തുടർന്ന, കേരള രാഷ്ട്രീയം പിന്തുടർന്ന ആരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എത്രത്തോളം ശക്തമായി ആ വികാരം കമ്മിറ്റിയിൽ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വരും, അല്ലെങ്കിൽ അൻവറിനെ എതിരെയുള്ള വികാരം എത്രത്തോളം, അങ്ങനെ പൂർണ്ണമായും അൻവറിനെ തള്ളിപ്പറയാനാണെങ്കിൽ അത് എത്രത്തോളം ഉയർന്നു വരും. പാർട്ടിയുടെ സ്വതന്ത്ര MLA ആണ് PV അൻവർ. കഴിഞ്ഞ 8 വർഷമായെങ്കിലും 8-9 വർഷമായി CPM-ന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിലും മാധ്യമങ്ങൾക്ക് മുൻപിലും നിയമസഭയിലുമൊക്കെ വലിയ വീറോടെ സംസാരിക്കുന്ന നേതാവാണ്. വലിയ അണികളുടെ പിന്തുണയുള്ള നേതാവാണ്. അണികൾ എന്ന് പറയുമ്പോൾ അൻവറിന്റെ പഴയ രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള അണികൾ മാത്രമല്ല, CPM-ന്റെ സൈബർ സംഘങ്ങൾ ഒന്നടങ്കം അൻവറിനൊപ്പമാണ്. ഒരുപക്ഷെ നേരത്തെ ഈ P ജയരാജനെ പിന്തുണക്കുന്ന സംഘങ്ങളിൽ വലിയൊരു ഭാഗം, അത്തരം സൈബർ ഗ്രൂപ്പുകൾ കൂടി ഇപ്പോൾ PV അൻവറിനൊപ്പമാണ്. പാർട്ടി പ്രവർത്തകർ അൻവറിനെ വലിയ രീതിയിൽ ആരാധിക്കുന്നു. അത്തരമൊരു ആളെ തള്ളിപ്പറയാൻ, അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ പൂർണ്ണമായും പാർട്ടി വിരുദ്ധമെന്ന് പറയാനും, അങ്ങനെ അദ്ദേഹത്തിനെതിരെ നിലപാടെടുക്കാനും CPM-ൽ വലിയൊരു വിഭാഗം തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. നമുക്ക് ലഭിക്കുന്ന സൂചനകളനുസരിച്ച് അൻവറിന്റെ ഈ നിലപാടിനൊപ്പം നിൽക്കുന്ന ആളുകളും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലടക്കമുണ്ട്. അവരുടെ കൂടി ഒരു അനുഗ്രഹ ആശിസ്സുകളോടെയാണ് അൻവറിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളെന്ന് ഏറെക്കുറെ വ്യക്തവുമാണ്. തീർച്ചയായും പറഞ്ഞതുപോലെ തന്നെയാണ്, അൻവറിന്റെ നിലപാടിനൊപ്പം നിൽക്കുന്ന ആളുകൾ പാർട്ടിയിൽ തന്നെയുണ്ട്. അതോടൊപ്പം പ്രതിപക്ഷവും നമ്മൾ ഇന്നലെ കേട്ടതാണ് കെ സുധാകരന്റെ അടക്കം പ്രതികരണം. അൻവറിനെ ചേർത്ത് പിടിക്കുന്ന, അൻവർ സഞ്ചരിക്കുന്നത് ശരിയായ ദിശയിലാണെന്നുള്ള പ്രതികരണം അടക്കം കെ സുധാകരന്റെ ഭാഗത്ത് നടക്കം വന്ന സാഹചര്യമുണ്ട്. പ്രതിപക്ഷം മറുവശത്ത് അൻവറിനെ ചേർത്ത് പിടിക്കുമ്പോൾ വലിയ വിമർശനമൊന്നും, കുരിശേറ്റുന്ന തരത്തിലുള്ള പരാക്രമങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അരുൺ, എന്തായാലും ഈ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരല്ലെന്നാണ് ടി പി രാമകൃഷ്ണൻ ഇപ്പോൾ നമ്മളോട് അഭിമുഖത്തിൽ പറഞ്ഞത്. അതുമാത്രമല്ല, മുഖ്യമന്ത്രി ചുമതല നിറവേറ്റാൻ കരുത്തുള്ളയാളാണ് പിണറായി വിജയൻ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിണറായി തന്നെ കരുത്തൻ എന്ന് പറയുന്നതിന് തുല്യമായിരുന്നു ആ പ്രതികരണം. തീർച്ചയായിട്ടും പിണറായി വിജയനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് ടി പി രാമകൃഷ്ണൻ ചെയ്യുന്നത്. അദ്ദേഹം കുറെ കാലങ്ങളായി ഒരുപക്ഷെ പാർട്ടി ലൈനിനൊപ്പം മാത്രം സഞ്ചരിക്കുന്ന ഒരു നേതാവ്, അപൂർവം ചില അവസരങ്ങളിൽ പോലും
അദ്ദേഹത്തിനെതിരെ ഒരു നടപടിക്ക് പോലും പാർട്ടിക്ക് തയ്യാറാകേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ നടപടിക്ക് പോലും നിന്നുകൊടുക്കുന്ന അത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടാത്ത നേതാവാണ്. പിണറായി വിജയനുമായി വലിയ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന, പിണറായി വിജയന്റെ രാഷ്ട്രീയ ലൈനിനൊപ്പം, അത് CPM ലൈനെന്ന് അവർ പറയും, പക്ഷേ വിഭാഗീയത കാലത്ത് പോലും പിണറായിയുടെ ലൈനിനൊപ്പം സഞ്ചരിച്ച നേതാവാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരു CPM നേതാവ്. അദ്ദേഹം പിണറായി ഇപ്പോഴും അംഗീകരിക്കുകയാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ, അദ്ദേഹത്തിന്റെ പൊസിഷൻ ചോദ്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാഹചര്യങ്ങൾ CPM ഇല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ അത് ആണോ ഇപ്പോൾ സംഭവിച്ച നീക്കങ്ങൾ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ TP രാമകൃഷ്ണന് സംശയമൊന്നുമില്ല. പിണറായി തന്നെയാണ് ഇപ്പോഴും CPMന്റെ കരുത്തനായ നേതാവ്. പിണറായിയുടെ ലൈൻ തന്നെയാണ് പാർട്ടി ഇപ്പോഴും ആ രീതിയിൽ കൊണ്ടു നടക്കുന്നത്. അവിടെ പിണറായിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടില്ല CPMനെന്ന് വ്യക്തമാക്കുകയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം കൂടിയായ ഇടതുമുന്നണി കൺവീനർ. പൊതുവിൽ ഇപ്പോൾ അൻവറിന്റെ നീക്കങ്ങളെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വ്യാഖ്യാനിക്കുന്നത്, വിലയിരുത്തുന്നത് മുഖ്യമന്ത്രിക്കെതിരായി കൂടിയുള്ള നീക്കമായാണ്. ആദ്യം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ, പിണറായി വിജയൻ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളായ EP ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. അതിനുശേഷം P ശശി എന്ന അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ മറ്റൊരു സഹപ്രവർത്തകനെ, സംസ്ഥാന സമിതി അംഗത്തിന്, പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ലക്ഷ്യമിട്ട് നീക്കങ്ങൾ നടക്കുന്നു. ഈ MR അജിത് കുമാർ എന്ന ADGP നീക്കങ്ങൾ, MR അജിത് കുമാർ ഒരു വഴി മാത്രമാണ്. അത് ആദ്യമെത്തുക P ശശിയിലേക്കാണ്, പിന്നീട് അവിടെ നിന്ന് മുഖ്യമന്ത്രിയിലേക്ക് വരെ എത്താവുന്ന നീക്കമാണ് അൻവർ നടത്തുന്നതെന്ന് വിലയിരുത്തലുണ്ട്. പക്ഷേ അങ്ങനെ പിണറായിയുടെ പൊസിഷനെ, അദ്ദേഹത്തിന്റെ പദവിയെ, അദ്ദേഹത്തിന്റെ അധികാരത്തെ, അദ്ദേഹത്തിന്റെ പവറിനെ ചോദ്യം ചെയ്യാൻ ഉള്ള ഒന്നും CPMന് ഇപ്പോഴും ഉണ്ട് എന്ന് TP രാമകൃഷ്ണൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കുന്ന അതേ നിലപാട് ഉൾക്കൊള്ളുന്ന നേതാക്കൾ ഇപ്പോഴും CPMനുണ്ട്. പക്ഷേ മറിച്ച് ചിന്തിക്കുന്നവരും അല്ലെങ്കിൽ മറിച്ച് ചിന്തിച്ച് തുടങ്ങുന്നവരും CPMനുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് PV അൻവറിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് CPM ലഭിക്കുന്ന വലിയ പിന്തുണ. പരസ്യ പിന്തുണയ്ക്ക് നേതാക്കളാരും തയ്യാറാട്ടെങ്കിൽ പോലും അൻവറിനെ നയിക്കുന്നത്, അൻവറിന്റെ പിന്നിലുള്ളത് CPMലെ പ്രബലമായ ഒരു നേതൃവിഭാഗം തന്നെ എന്നാണ് പൊതുവിൽ മനസ്സിലാകുന്നത്. അത് ഒരുപക്ഷെ TP രാമകൃഷ്ണൻ പറഞ്ഞതുപോലെ പാർട്ടിയിൽ അത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ പാർട്ടിയിൽ അത്തരം നീക്കങ്ങൾ, വിഭാഗീയത പോലുള്ള നീക്കങ്ങൾ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. തീർച്ചയായിട്ടും CPMന്റെ കമ്മിറ്റികളിലോ അല്ലെങ്കിൽ CPMന്റെ സംഘടനയിലും ഒക്കെ അത്തരത്തിലുള്ള മുഖ്യമന്ത്രിക്കെതിരായി എന്ന് പ്രത്യക്ഷ തോന്നാവുന്ന നീക്കങ്ങൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല. അത് ഇനി ഉണ്ടാകുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അതിനുള്ള വഴിയൊരുക്കുകയാണ്, വളമിടുകയും വഴിയൊരുക്കുകയുമാണ് PV അൻവർ ചെയ്തത്. CPMന്റെ സമ്മേളനങ്ങൾ ആരംഭിച്ചിരുന്ന ഘട്ടത്തിൽ സമ്മേളനങ്ങൾ അജണ്ട നിശ്ചയിച്ച് നൽകുകയായിരുന്നു PV അൻവറിലൂടെ അദൃശ്യരായി നിൽക്കുന്ന ഒരു വിഭാഗം. അത് മുഖ്യമന്ത്രിക്കെതിരായ നീക്കമായി കൂടി ഭാവിയിൽ വളർന്നു വന്നേക്കാം. ഇപ്പോൾ P ശശിയിലേക്ക് എത്തി നിൽക്കുന്ന നീക്കം അതിന് തുടർച്ചയുണ്ടാകുമെന്ന് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ TP രാമകൃഷ്ണൻ പറഞ്ഞ മാത്രം ശരി നമുക്ക് പറയാം. മുഖ്യമന്ത്രി ഇപ്പോഴും കരുത്തനായ നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വം ചോദ്യം ചെയ്യാവുന്ന ഒന്നും ഇപ്പോൾ പാർട്ടിയിലില്ല. പക്ഷേ ഇനി അത് ഉണ്ടാകാതിരിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അത് ഉണ്ടാകാൻ ഇനിയും ഇടയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ നീക്കങ്ങൾ, രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ നമുക്ക് നൽകുന്ന. തീർച്ചയായും അരുൺ, ഇവിടെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ കൃത്യമായി കുറിക്കൊള്ളുന്ന ആരോപണങ്ങൾ ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും നേരെയുള്ളതായിരുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വിരൽ ചൂണ്ടിക്കൊണ്ടുള്ളതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല, തർക്കമില്ല. പക്ഷെ അപ്പോഴും ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് LDF കൺവീനർ, പാർട്ടിക്കകത്ത് വിഭാഗീയതയില്ല, ഈ അൻവറിന്റെ ആരോപണങ്ങൾ ഒരു തരത്തിലും പാർട്ടി പ്രതിസന്ധിയിലാക്കുന്നില്ല എന്ന്. അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ? അങ്ങനെ പറയാൻ മാത്രമേ ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം കൂടിയായ മുന്നണി കൺവീനർക്ക് കഴിയൂ. പക്ഷേ ഇതൊരു തീർച്ചയായിട്ടും CPMൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളുടെ ഒരു തുടക്കമായി വിലയിരുത്തുന്നവർ CPMൽ തന്നെയുണ്ട്. കൃത്യമായ ചോദ്യം ചെയ്യലുകൾ ഇനി ഉയർന്നത് നമുക്കറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് മുമ്പ് വരെ പിണറായി വിജയൻ എന്ന ശക്തനായ നേതാവിനെതിരെ ഒരു വാക്ക് സംസാരിക്കാൻ, അദ്ദേഹത്തെ വിമർശിക്കാൻ ആരും തയ്യാറായില്ല. പക്ഷേ പിന്നീട് ആ തോൽവിയോടുകൂടി CPMന്റെ സംസ്ഥാന സമിതിയിലടക്കം പിണറായി വിജയന്റെ നിലപാടുകൾക്കെതിരെ, അദ്ദേഹത്തിന്റെ സമീപനങ്ങൾക്കെതിരെ വലിയ വിമർശനം ഉയർന്നു വന്നു. അത് ബ്രാഞ്ച് തലം വരെ പിന്നീട് ആ വിമർശനങ്ങൾ താഴേക്ക് പോലും ആ രീതിയിലുള്ള വിമർശനങ്ങൾ മുന്നോട്ട് പോയി. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ കാണുന്നതെന്ന് വേണ്ടി നമുക്ക് പറയാം. ഇപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി ഓഫീസിനെതിരെ ബ്രാഞ്ച് സമ്മേളനമാണ് ഇപ്പോൾ ആരംഭിച്ചത്. അവിടെ പോലും മുഖ്യമന്ത്രി ഓഫീസിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നു. അൻവറിന്റെ ആരോപണം പോലും കൃത്യമായി നിരീക്ഷിച്ചാൽ അത് ADGP അജിത് കുമാറിനെതിരെയോ അല്ലെങ്കിൽ P ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ മാത്രം ഒതുങ്ങുന്നതല്ല. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനം വന്നാൽ അത് ആരെയാണ് ബാധിക്കുന്നത്, ആർക്കെതിരെയാണ് അത് ചർച്ചയാകുന്നത്? പ്രതിപക്ഷം അടക്കം വിമർശനം ഉന്നയിക്കുന്ന പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു
ഗൂഢസംഘത്തിന്റെ കയ്യിലെന്ന വിമർശനം നേരത്തെ ഉള്ളതാണ്. അത്തരം ആരോപണങ്ങൾക്ക് കുറെ കൂടി ബലം നൽകുകയാണ് അൻവർ ചെയ്തത്. അത് പ്രതിപക്ഷം പറയുമ്പോൾ അത് ആ രീതിയിൽ മാത്രമേ പൊതുസമൂഹത്തിൽ പ്രതിഫലിക്കുകയുള്ളൂ. സർക്കാരിനും അത് ആ രീതിയിൽ മാത്രം എടുത്താൽ മതി. പക്ഷേ ഇപ്പോൾ ഒരു ഭരണകക്ഷി MLA തന്നെ PV അൻവറിനെ പോലെ ശക്തനായ ഒരു MLA തന്നെ ഒരു ആരോപണം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും അതുപോലെ ഒരു ADGP-ക്കുമെതിരേക്ക് ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ആ വിമർശനത്തിന്റെ ആഘാതമുണ്ടാക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയിൽ കൂടിയാണ്. അത് കൃത്യമായി അങ്ങനെ അറിയാത്ത ആളല്ല PV അൻവർ. ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിന് മറുപടി പറയേണ്ടി വരുന്നത് സർക്കാരാണ്, CPM ആണ്, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നറിയാത്ത ആളല്ല PV അൻവർ. അങ്ങനെ ഒരു ഭരണപക്ഷ MLA ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായ പിൻബലം അദ്ദേഹത്തിനുണ്ട്. ആ പിൻബലം അദ്ദേഹത്തെ നയിക്കുന്ന ശക്തി CPM-നുള്ളിൽ തന്നെ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അത് TP രാമകൃഷ്ണൻ പറഞ്ഞതുപോലെ ഇപ്പോൾ പാർട്ടിയിൽ ചർച്ചയായിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ പാർട്ടിയിൽ അത്തരം നീക്കങ്ങളൊന്നുമില്ല. പക്ഷേ പാർട്ടിയിൽ സമീപഭാവിയിൽ തന്നെ അത്തരം നീക്കങ്ങൾ ഉണ്ടാകുമെന്നതിന്റെ സൂചനയായി വേണം അതിനെ കാണാൻ. തീർച്ചയായും പാർട്ടിക്ക് PV അൻവർ നടത്തിയ ആരോപണത്തോടുള്ള അതൃപ്തി നീക്കി പുറത്തു വന്നത് ഞങ്ങളുടെ പ്രതിനിധി VV അരുൺ ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണനുമായി നടത്തിയ അഭിമുഖത്തിലാണ്. VV അരുൺ തന്നെയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകൾ